അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്തിനാടപ്പ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലോ. അവിടെ അടി കിട്ടിയോ? കൈ അനക്കാൻ പറ്റുന്നുണ്ടോ? അടി കിട്ടിന്ന് പറയുന്നുണ്ട്. പിന്നെ ഉടുപ്പെ പിടിച്ചിട്ട് വലിച്ചു പറിച്ചു, അങ്ങനെ കുറെ സാധനം. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്, പോവുകയാണ്. പുറകെ വന്ന് അടിക്കുക, എക്സിലേറ്ററിൽ കയറി അവിടെ വന്ന് അടിക്കുക. ഈ കുട്ടി ഒന്നും ചെയ്യരുത്, നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിക്കരുത്. എവിടെയും വെച്ച് കിട്ടിയ ആർക്ക് വേണേ ആറട്ടെണ്ണയൊക്കെ തല്ലുമൊക്കെ ചെയ്യാം. അയാൾ തിരിച്ചൊന്നും ചെയ്തൊന്നും വരത്തില്ല. ന്യായം പറഞ്ഞു നീ പറഞ്ഞില്ല എവിടെയാണ് ചെകുത്താനൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇവൻ ഇത്രയും വർഷമായല്ലോ ഫീൽഡ് വന്നിട്ട്, എന്നിട്ട് ഇവനെ ഇതുവരെ അടിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. തന്തക്ക് വിളിച്ചു ഇതാണ് ഉന്തിയത്. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോയത്. പിന്നെ ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു, ഇങ്ങനെ ടൈപ്പാ, വലിയ സമയം പിടിക്കില്ല. ആറാട്ടാണല്ലോ അങ്ങനെ തള്ളുവെന്ന് എനിക്ക് തോന്നുന്നില്ലടേ. സീരിയസ്ലി നീ ഇവനെ കയറ്റി പറയുവാണോടാ മോനെ നീ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഒന്ന് തല്ലി നോക്കടാ. ഇവിടെ പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം ഭയങ്കര തെറിയായിട്ട് പറഞ്ഞ് അവളുടെ കയ്യുമ്മ കയറി പിടിച്ചു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഒരു പെണ്ണിന്റെ കൈ കയറി പിടിക്കാൻ മാത്രം എനിക്ക് തോന്നുന്നില്ല. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. തെളിവ് കാര്യങ്ങൾ കയ്യിലുണ്ട്. അതേപോലെ തന്നെ കൈ കയറി പിടിച്ചു എന്നുള്ള സംഭവം വെച്ചിട്ടുള്ളൊരു മൂവിങ് ആയിരുന്നു. സാറേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, സാറേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാറേ. ആറാട്ടണ്ണൻ ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ പെണ്ണിനെ ഇറങ്ങി കളിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. മോ ഹാപ്പിയാണോ? ഹാപ്പിയാ. അത് തന്നെയാ വേണ്ടേ.